ഇതെന്താ ഇവിടെ ഇന്ന് ആർക്കും കഴിക്കാനൊന്നും വേണ്ടേ? ടേബിളിൽ ആരെയും കാണാതെ ഇരുന്നതും കഴിക്കാൻ വന്ന അച്ഛൻ സിത്തുമ്മയോട് ചോദിച്ചു. അവിടെയുള്ള കസേരയിലേക്ക് ഇരുന്നു. ലച്ചുവിന് തലവേദനയാണെന്ന് പറഞ്ഞ് അവള് കിടന്നു. ഋഷി പിന്നെ തറവാട്ടിൽ നിന്ന് വന്നപ്പോ റൂമിൽ കയറിയതാ. ഇതുവരെ ആ വാതിൽ തുറന്നിട്ടില്ല. 2 തവണ ഞാൻ മുകളിൽ കയറി വാതിൽ കൊട്ടി. അവന് കഴിക്കാനൊന്നും വേണ്ട, വിശപ്പില്ലാന്ന്. പ്ലേറ്റിലേക്ക് 2 ചപ്പാത്തി ഇട്ടുകൊണ്ട് സിത്തു പറഞ്ഞതും ഒരു ദീർഘശ്വാസം എടുത്തവർ കഴിക്കാൻ തുടങ്ങി. അവരാ കുട്ടി ഇഷ്ടായിരുന്നെന്നാ എനിക്ക് തോന്നണേ. തറവാട്ടിൽ വെച്ച് ഞാൻ അവനെ ശ്രദ്ധിച്ചതാ. ആകെ ഒരു വിഷമം. കഴിക്കുന്നതിനിടെ സിത്തുമ്മ പറഞ്ഞതും അവരെ ഒന്ന് നോക്കി അപ്പുവച്ചൻ. നീ ആരുടെ കാര്യം പറയുന്നേ? ഏത് കുട്ടി? യാമിയില്ലേ, അവളെ കുറിച്ച്. വന്ന സമയം മുതൽ രണ്ടും ഒരുമിച്ചായിരുന്നല്ലോ. അവൾക്ക് പനിയാണെന്ന് പറഞ്ഞ് രാത്രി ഓടിപ്പിടിച്ചു പോയത് ഓർമ്മയില്ലേ നിങ്ങൾക്ക്? സിത്തുമ്മ പറയുമ്പോൾ ആ ദിവസം അയാളും ഓർത്തെടുക്കാൻ ശ്രമിച്ചു. മനസ്സിൽ എന്തേലും ഉണ്ടെങ്കിൽ അതങ്ങ് മറക്കാൻ പറഞ്ഞേക്ക്. ഇപ്പൊ അവൾ രുദ്രന്റെ പെണ്ണല്ലേ. അപ്പോ ഋഷി അവളെ സഹോദരിയുടെ സ്ഥാനത്ത് വേണം അവൻ കാണാൻ. അല്ല, ലച്ചുവിന്റെ തലവേദനയ്ക്ക് ഇങ്ങനെ വല്ല കാരണങ്ങളുണ്ടോ? അവൾക്കിനി രുദ്രനെ. അപ്പുവച്ചന്റെ ഹൃദയമെടുപ്പ് ചെറുതായെന്ന് കൂടി. എങ്കിലും അത് പുറമേ കാണിക്കാതെ അയാൾ ചോദിച്ചതും, ഏയ് അങ്ങനൊന്നില്ല. രുദ്രനെ ഇഷ്ടാണോന്ന് ഞാൻ അവളോട് പണ്ട് ചോദിച്ചല്ലേ. ഇഷ്ടാണേൽ അവൾ അന്ന് പറയില്ലേ. അവൾക്ക് ഋഷിയെ പോലെയാ രുദ്രനുമെന്നാ അന്ന് അവൾ പറഞ്ഞത്. ഇത് തലവേദന തന്നെയാ. സീതാമ്മ ഒരു ഉറപ്പോടെ പറഞ്ഞു. പിന്നെ ഒന്നും ചോദിക്കാൻ നിൽക്കാതെ കഴിക്കാൻ തുടങ്ങി അയാൾ. അപ്പോഴും തറവാട്ടിൽ വെച്ച് ആകെ വിഷമത്തോടെ നിന്നിരുന്ന ലച്ചുവിന്റെ മുഖമായിരുന്നു അയാളുടെ മനസ്സിൽ. ഋഷിക്ക് പറ്റിയ നല്ലൊരു കുട്ടിയെ വേഗം നമുക്ക് കണ്ടെത്തണം. എന്നിട്ട് ആ കല്യാണം വേഗം അങ്ങ് നടത്തും വേണം. അച്ഛൻ പറയുമ്പോൾ അയാളെ ഒന്ന് നോക്കി സിത്താര എന്തോ പറയാൻ നിൽക്കുമ്പോഴാണ് വേഗത്തിൽ സ്റ്റെപ്പ് ഇറങ്ങി വരുന്നവനെ അവർ രണ്ടുപേരും കാണുന്നത്. ഒരു ഗ്രേ കളർ ട്രാക്ക് പാന്റും റെഡ് ടീഷർട്ടും ഇട്ട് ഹോസ്പിറ്റൽ ബാഗുമായി വരുന്നവനെ കണ്ട് സംശയഭാവത്തോടെ അച്ഛന്റെ അമ്മയുടെ നെറ്റി ഒരുപോലെ ചുളിഞ്ഞു. നീ ഇത് എങ്ങോട്ടാ ഋഷി ഈ നേരത്ത്? ഹോസ്പിറ്റലിൽ എന്തേലും എമർജൻസി ഉണ്ടോ? അവൻ ഇങ്ങനെ ധൃതിയിൽ പോകുന്നത് പെട്ടെന്ന് വല്ല ആക്സിഡന്റ് ഒക്കെ ആയി ഹോസ്പിറ്റലിൽ ആള് വരുമ്പോഴാണ്. ആ ചിന്തയോടെ തന്നെ അമ്മ ചോദിക്കുമ്പോൾ അവൻ ചെറിയൊരു പരങ്ങളോടെ അവരെ നോക്കി. അത് അത് പിന്നെ ഞാൻ ഇപ്പോഴാ ഓർത്തത്. അമ്മമ്മ ഈ മാസം ഹെൽത്ത് ചെക്കപ്പ് ചെയ്തിട്ടില്ലെന്ന്. അപ്പോ അവിടം വരെ ഒന്ന് പോയി നോക്കാൻ. അവൻ മുഖത്തെ പതർച്ച അത്രയും മറച്ചുകൊണ്ട് പറയുമ്പോൾ ഇവന് ഇതെന്ത് പറ്റിയെന്ന പോലെ അവനെ നോക്കി രണ്ടുപേരും. ഈ നേരത്തെ എന്തിനാ ഋഷി പോകുന്നേ? നാളെ രാവിലെ ഹോസ്പിറ്റലിൽ പോകും മുന്നേ ഒന്ന് അവിടം വരെ പോയാ പോരെ? സിതാര പറഞ്ഞു. ഒന്നും പറ്റില്ല അമ്മ. ഇനി അമ്മമ്മയെ പോയി നോക്കാതെ എനിക്ക് ഉറക്കം വരില്ല. ഞാൻ പോയി വേഗം ഇങ്ങ് വരാം. രാവിലെ പോയ ദേവ കോളേജിൽ പോയി കാണും എന്നൊരു ചിന്തയോടെ അവൻ പറഞ്ഞു. അല്പം വേഗത്തിൽ തന്നെ പുറത്തേക്ക് നടന്നു. അല്ലേ ഇനിയും അവർ ഓരോന്നും പറഞ്ഞ് തന്നെ പോകാൻ സമ്മതിച്ചില്ലെങ്കിലോ എന്നായിരുന്നു അവന്റെ മനസ്സിൽ. എന്നാൽ ഋഷി തറവാട്ടിൽ പോകുന്ന കാര്യം പറയുന്നത് റൂമിലേക്ക് കേട്ടതും കമിഴ്ന്ന് കിടന്ന് എന്തൊക്കെയോ ആലോചന ഇരുന്നവൾ പൊടുന്നനെ എഴുന്നേറ്റ് കയ്യിൽ കിട്ടിയൊരു നോട്ടും എടുത്ത് പുറത്തേക്ക് ഓടി. ഞാനും ഏട്ടന്റെ കൂടെ പോവാ. ഈ നോട്ട് ദേവയ്ക്കൊന്ന് കൊടുക്കണം. തന്നെ അന്തം വിട്ട് നോക്കുന്ന അച്ഛനെയും അമ്മയും നോക്കി കൈകൊണ്ട് ആംഗ്യം കാണിച്ചു പറഞ്ഞ് വേഗം പുറത്തേക്ക് ഓടി ഇറങ്ങി ലച്ചു. മോളെ, അതവന്റെ കയ്യിൽ കൊടുത്തേക്ക്. നിനക്ക് തലവേദനയല്ലേ? സ്നേഹത്തോടെ സിത്താര ശാസനയോട് പറഞ്ഞതും അവളെ അവരും തിരിഞ്ഞു നോക്കി. അത് മാറിയെന്ന് കൈകണ്ടു കാണിച്ചു. അപ്പോഴേക്കും ഋഷി കാർ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഓടിക്കിതച്ച് തന്നെ നോക്കുന്നവളെ കാണേ അവൻ എന്തെന്ന പോലെ പുരികമുയർത്തി ചോദിച്ചു. താൻ എന്ത് പറയും? പറഞ്ഞാലും ഏട്ടന് മനസ്സിലാവോ? എന്നെ കൊണ്ടുപോകൂ എന്നൊക്കെയുള്ള ചിന്തയിൽ അവനെ നോക്കി അവൾ ഉമിനീറക്കി ഒന്നും മിണ്ടാതെ നിന്നു. ഋഷി, ലച്ചുവിനെ കൊണ്ടുപോ. അവൾക്ക് ദേവയെ ഒന്ന് കാണണത്രേ. തന്റെ പിന്നിൽ നിന്ന ശബ്ദം കേൾക്കെ പുഞ്ചിരിയുടെ അവരെ നോക്കി ലച്ചു. ലച്ചുവിന്റെ നോട്ടം കണ്ടതും ഒന്ന് പുഞ്ചിരിച്ച് കണ്ണു ചിമ്മി സിത്തു. ഋഷി കാറിൽ കയറാൻ എന്ന പോലെ തല ചലിപ്പിച്ചതും അവളൊരു ആശ്വാസത്തോടെ വേഗം കാറിനടുത്തേക്ക് വന്ന് പിന്നിലെ ഡോർ തുറന്നതും ഞാൻ ആരുടെയും ഡ്രൈവർ ഒന്നുമല്ല. അവൻ കാറിന്റെ ഫ്രണ്ട് മിററിലൂടെ ലച്ചുവിനെ നോക്കി ഗൗരവത്തോടെ പറഞ്ഞതും ആ ഡോർ അടച്ചവൾ ഫ്രണ്ട് ഡോർ തുറന്ന് മുന്നിലേക്ക് കയറിയിരുന്നു. അച്ഛനും അമ്മയും ഉണ്ടാവുമ്പോ മാത്രമേ ഇങ്ങനെ കാറിൽ അവനപ്പോ യാത്ര ചെയ്തിട്ടുള്ളൂ. അപ്പോ അച്ഛനും അവനും മുന്നിലും താനും അമ്മയും ബാക്കിലുമാണ് ഇരിക്കാറ്. ഇതിപ്പോ ആദ്യമാണ് അവന്റെ കൂടെ ഇങ്ങനെ ഒരു യാത്ര. എന്തോ വല്ലാത്തൊരു സന്തോഷം തോന്നി അവൾക്ക്. ഇത്രയും നേരം ഉണ്ടായിരുന്ന ആ ഒരു ഭാരം ഈ യാത്രയിൽ അലിഞ്ഞില്ലാതാവും പോലെ. ഒരിക്കൽ പോലും സ്നേഹം പ്രകടിപ്പിച്ചിട്ടില്ല. ഒരു നോട്ടം കൊണ്ട് പോലും ഒരു ഏട്ടന്റെ സ്നേഹമോ കരുതലോ തന്നിട്ടില്ല. സ്നേഹത്തോടെ നാളിതുവരൊന്നും മിണ്ടിയിട്ടില്ല. പക്ഷേ ഒന്നും അറിയാതെ അമ്മയുടെ കയ്യിൽ പിടിച്ച് ആ വീട്ടിലേക്ക് കയറി വന്ന ആ ദിവസം അമ്മ ചൂണ്ടിക്കാണിച്ച് ഏട്ടനാണെന്ന് പറഞ്ഞു തന്ന അന്ന് മുതൽ എന്റെ മനസ്സിൽ ഇതെന്റെ ഏട്ടനാണ്.
എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമുള്ള എന്റെ മാത്രം ഏട്ടൻ. സീറ്റിലേക്ക് ചാരി ഇരുന്ന് മുന്നോട്ട് നോക്കി ഡ്രൈവ് ചെയ്യുന്ന ഋഷിയെ കണ്ണെടുക്കാതെ നോക്കിയിരുന്നു അവൾ. ഒരു കുഞ്ഞു പുഞ്ചിരി അവളുടെ ചുണ്ടിൽ അവൻ കാണാതെ തെളിഞ്ഞു. കിടന്നിട്ടും ഇരുന്നിട്ടും ഇരിപ്പുറയ്ക്കാതെ അവളെ ഒന്ന് കണ്ടാൽ മതി എന്ന പോലൊരു ചിന്ത മനസ്സിൽ ഭാരം കൂടിയപ്പോഴാണ് ഒന്നും ചിതറിക്കാതെ ഇറങ്ങി പുറപ്പെട്ടത്. ഇനിയിപ്പോ എന്ത് പറഞ്ഞ് അങ്ങോട്ട് കയറി ചെല്ലും? മനസ്സിൽ പലവിധ ചിന്തകളോടെ അവനും തറവാടിന്റെ ഗേറ്റ് കടന്ന് ഋഷിയുടെ കാർ അകത്തേ കയറുമ്പോൾ കയ്യിലെ നോട്ട് ബുക്കിൽ ഒന്ന് മുറുകെ പിടിച്ച് ലച്ചു. കയ്യിൽ തടഞ്ഞത് ഏത് ബുക്കാണെന്ന് പോലും ആൾ ഇതുവരെ നോക്കിയിട്ടില്ല. ദേവ് എന്തെങ്കിലും ചോദിച്ചാ എന്ത് പറയും? ലച്ചുവിനാകെ ഒരു പരിഭ്രമം നിറഞ്ഞു. ദേവയേക്കാൾ കൂടുതൽ ഇപ്പോ മറ്റൊരുവനെ കാണാനാണ് താൻ വന്നത്. പക്ഷെ എന്തിന്? അറിയില്ല, ഒന്നും അറിയില്ല. ഇറങ്ങുന്നില്ലേ? കാറിൽ നിന്ന് ഇറങ്ങാതെ ഇരിക്കുന്നവളെ നോക്കി ഋഷി പറഞ്ഞു. പെട്ടെന്ന് ബോധത്തിലേക്ക് വന്നവൾ അവനെ നോക്കി തലയാട്ടി പുറത്തേക്ക് ഇറങ്ങി. അകത്തേ കയറാൻ ഒരുങ്ങുമ്പോഴാണ് പിന്നിൽ നിന്നും ഋഷി എന്നൊരു വിളി കേൾക്കുന്നത്. ഉമ്മറപ്പടികൾ കയറാനെന്ന ഋഷിയും ലച്ചുവും ഒരുപോലെ തിരിഞ്ഞു നോക്കിയതും രണ്ടുപേരുടെ മിഴികൾ ഒരുപോലെ ഒരു ഞെട്ടലോടെ വിടർന്നു പോയി. രാത്രിയുടെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നടന്നു വരുന്ന സച്ചുവും അവനോട് അത്രയും ചേർന്ന് നടന്നു വരുന്ന ഋഷിയും. ഋഷിയുടെ മിഴികൾ ദേവയെ അത്രയും ദേഷ്യത്തോടെ നോക്കി. എങ്കിൽ ലച്ചു അവരെ അങ്ങനെ ഒരുമിച്ച് കാണാൻ മനസ്സനുവദിക്കുന്നത് പോലെ തലതാഴ്ത്തി നിന്നു. നിങ്ങൾ എങ്ങോട്ട് പോയതാ? ഉള്ളിൽ എന്തിനോ നുരഞ്ഞു പൊതുന്ന കോപത്തെ അടക്കി നിർത്തി എങ്ങനെയോ പുഞ്ചിരി വരുത്തി ഋഷി. ഞങ്ങൾ ചുമ്മാ ഒന്ന് നടക്കാൻ. കല്യാണം കവരെയൊക്കെ പോകുന്നവർ പരസ്പരം അടുത്തറിയാനും മനസ്സിലാക്കാനും ഇങ്ങനൊരു നടത്തം നല്ലതല്ലേ ദേവൂസേ? അടുത്തു നിൽക്കുന്ന ദേവയെ ഒന്ന് ചേർത്ത് നിർത്തി ഒരു ചിരിയോടെ ഋഷിയുടെ കണ്ണിലേക്ക് നോക്കി സച്ചു പറയുമ്പോൾ അവന്റെ കൈമുഷ്ടി ചുരുട്ടി പിടിച്ച് ദേഷ്യം അടക്കുന്നത് സച്ചു വ്യക്തമായി കണ്ടു. അപ്പോഴൊരു നോട്ടം കൊണ്ട് പോലും അവൻ അടുത്തു നിൽക്കുന്ന ലച്ചുവിനെ നോക്കിയതേയില്ല. ലച്ചുവിന്റെ മിഴികൾ അവൾ പോലും അറിയാതെ ദേവയെ അത്ര സ്നേഹത്തിൽ ചേർത്ത് പിടിച്ച ആ കൈകളിലേക്ക് നീണ്ടു. ഹൃദയം നാളെ ഇതുവരെ അറിയാത്തൊരു നൊമ്പരത്തിലേക്ക് വീണു പോകുന്നു. അലമുറയിട്ട് കരയാൻ തോന്നുന്ന. അല്ല, നിങ്ങളെന്താ ഇവിടെ? ഋഷിയെ നോക്കി സച്ചു വീണ്ടും ചോദിക്കുമ്പോൾ ദേവയുടെ മിഴികൾ ലച്ചുവിലേക്ക് മാത്രമായി ചുരുങ്ങി. ഇന്ന് വരെ താൻ കാണാത്ത ലച്ചുവാണ് തന്റെ മുന്നിൽ ഇപ്പൊ നിൽക്കുന്നെന്ന് തോന്നി ദേവയ്ക്ക്. ഞാൻ അമ്മമ്മയെ ഒന്ന് കാണാൻ വന്നതാ. നിങ്ങൾ ചെല്ലേ, സംസാരം നടക്കട്ടെ. ഒരുപാട് പറയാനുണ്ടാകുമല്ലോ സംസാരിക്കാൻ. അവനോട് അത്രയും ചേർന്ന് നിൽക്കുന്ന ദേവിയെ കണ്ടതും വിധമൊന്ന് നോക്കിയ ശേഷം ഋഷി പറഞ്ഞു. ഇല്ലടോ, ഇന്നത്തെ കഴിഞ്ഞു. ഇനി നാളെ സംസാരിക്കാനും വിശേഷങ്ങൾ പറയാനും ഇനിയും അങ്ങ് കിടക്കുമല്ലേ ജീവിതകാലം മുഴുവൻ, അല്ലേ ദേവൂസേ? സച്ചുവിന്റെ കൊഞ്ചിയുള്ള വിളിയും അത് കേൾക്കുമ്പോഴുള്ള ദേവയുടെ പുഞ്ചിരിയും ഋഷിക്ക് ആട്ടിമുടി ദേഷ്യം വിരച്ചു കയറുന്നു. പ്രകടിപ്പിക്കാൻ കഴിയാത്ത ഒരു തരം ദേഷ്യം. ഈ നേരത്തെ ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ തോന്നിയ മനസ്സിനെ ആവളം പ്രാഗിപ്പോയി അവൻ ആ നിമിഷം. ലച്ചു, നീ എന്ന നോട്ടൊക്കെ ആയിട്ട് നിന്റെ നോട്ട് കംപ്ലീറ്റ് അല്ലേ? വന്നേ ചോദിക്കട്ടെ. ആരെയും നോക്കാതെ വിങ്ങിപ്പൊട്ടി നിൽക്കുന്നവളുടെ മനസ്സറിയും പോലെ അവളുടെ അടുത്തേക്ക് വന്ന് ദേവ ചോദിച്ച് അവളെയും കൊണ്ട് അകത്തേക്ക് നടന്നു. പോകുന്ന പോകിൽ ഋഷിയെ നോക്കിയൊരു പുച്ചച്ചിരിയും ചിരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഋഷി അവളെ അത്രമേൽ പരിഭവം നിറഞ്ഞൊരു നോട്ടത്തോടെ നോക്കി നിന്നു. നടക്കുന്നതിനിടെ ദേവ ആരും കാണാതെ പിന്നിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയതും ഒരു ചിരിയോടെ ഒന്ന് കണ്ണടിച്ച് കാണിച്ചവൻ അതിനവൾ ഒരു ചെറു ചിരിയോടെ മെല്ലെ തലയാട്ടിക്കൊണ്ട് ലച്ചുവിനെ അത്രയും ചേർത്ത് പിടിച്ച് മുകളിലേക്ക് നടന്നു. കുറച്ചു മുന്നേ അവർ തമ്മിൽ പ്ലാൻ ചെയ്തതിന്റെ തുടക്കം അവർ അവിടെ കുറിക്കുകയായിരുന്നു. നേരം വെളുത്തു. ഇത്രയും നേരമായിട്ടും കട്ടിൽ നിന്നൊന്ന് എണീക്കാനോ ഹോസ്പിറ്റലിൽ പോകാനായി റെഡിയാവാനോ തോന്നാതെ ആ കട്ടിൽ ചുരുണ്ടുകൂടി കിടന്നു ഋഷി. മനസ്സിനും ശരീരത്തിനും വല്ലാതൊരു മടുപ്പ്. ഇത്രയും കാലം ഇല്ലാത്തൊരു മടുപ്പ്. മടുപ്പാണോ? അല്ല, ഒരു വിങ്ങൽ, ഒരു വേദന, അങ്ങനെ എന്തൊക്കെയോ. ഓരോ ദിവസങ്ങൾ കഴിയുന്തോറും തനിക്കെന്തോ നഷ്ടപ്പെടും പോലെ. തിരിച്ചു കിട്ടാത്ത വിലപിടിപ്പുള്ള എന്തോ ഒന്ന്. അത് അവളാണെന്ന് മനസ്സ് പറയുമ്പോഴും ഇല്ല, എനിക്ക് അവളോട് ഒരു പ്രണയമോ ഇഷ്ടമോ അല്ലെന്ന് മറ്റൊരു ഹൃദയം വാദിക്കുന്നു. ഇന്നലെ അമ്മാമ്മയോട് സംസാരിച്ചതും അതിനവർ തന്ന മറുപടിയുമാണ് ഇപ്പൊ ഉള്ളു നിറയെ. അവള് പഠിക്കുമല്ലേ അമ്മാമ്മേ? ഇപ്പൊ തന്നെ ഒരു വിവാഹം എന്നൊക്കെ പറഞ്ഞ, മാത്രമല്ല ഇത്രയും ദൂരം, ഇത് വേണോ അവൾക്ക്? നാട്ടിൽ തന്നെ നമ്മുടെയൊക്കെ കണ്ണൂർ വെട്ടത്തുള്ള ഒരാള് പോലെ. ബി നോക്കുന്നതിനിടെ ഒരു പരിങ്ങളുടെ താൻ പറയുമ്പോൾ അമ്മാമ്മ ഒരു നോട്ടം നോക്കി. ആ നോട്ടത്തിന്റെ അർത്ഥം ഈ നിമിഷം വരെ എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ അമ്മമ്മ പറഞ്ഞ വാക്കുകൾ തന്റെ ഉള്ളൊന്ന് പിടിച്ച് കുലുക്കിപ്പോയി. അവളെ നിനക്ക് തരണം എന്നായിരുന്നു ഉണ്ണി ഞങ്ങളുടെ ഒക്കെ ആഗ്രഹം. നിന്റെ ദേവ നിന്റെ പിറകെ നടക്കണം എന്നൊക്കെ ഞാൻ അറിയുന്നുണ്ട്. നീ വേണ്ടാന്ന് പറഞ്ഞു എന്നും പറഞ്ഞ് നിന്റെ നെഞ്ചിൽ കിടന്ന എന്റെ കുട്ടി പൊട്ടിക്കരഞ്ഞത് എനിക്കറിയാം. ഈ കല്യാണത്തിന് അവള് സമ്മതിച്ചു തന്നെ നിന്നെ മറക്കാൻ വേണ്ടിയാവും. അവൾക്ക് ഇതാണ് വിധിച്ചെങ്കിൽ അതങ്ങ് നടക്കട്ടെ ഉണ്ണി. കൺമുന്നിൽ നിന്നെ കണ്ട് നീറിന്റെ കുട്ടി ഉരുകി തീരുന്നതിനേക്കാൾ നല്ലതല്ലേ ദൂരെ അവള് സന്തോഷത്തോടെ കഴിയണത്. അവനെ നോക്കി അത്രയും സൗമ്യമായി അമ്മമ്മ പറയുമ്പോൾ
ഒന്നും മിണ്ടാതെ അവൻ ആ മുറിയിൽ നിന്ന് ഇറങ്ങി. എല്ലാവരോടും പോയി പറഞ്ഞാലോ അവൾ എനിക്ക് തന്നെ തരാൻ? എല്ലാരും സമ്മതിക്കും അതിന്? ഇല്ല, ആരും സമ്മതിക്കില്ല. അഗ്നിസാക്ഷിയെ വാക്ക് കൊടുത്താണ് ഇന്ദ്രമാമ. ഒരിക്കലും അതിൽ നിന്ന് പിന്മാറില്ല. ഇന്ദ്രമാമ സമ്മതിച്ചാലും ദേവ അവിടെ സമ്മതിക്കില്ല. അത്രയ്ക്ക് വേദനിപ്പിച്ചിട്ടുണ്ട് താൻ. കല്ലിൽ കൊത്തിയ ശില്പം പോലെ മായാതെ മറയാതെ അവൻ പോലും അറിയാതെ ദേവ അവന്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ഇരുട്ടിൽ അത്രയും ചേർന്ന് നടന്നു വരുന്ന ദേവയും സച്ചിയും അവന്റെ ഉള്ളിൽ ഒരു കനലായി കിടന്നു. അയാൾ സ്നേഹിച്ചതും സ്വന്തമാക്കാൻ ആഗ്രഹിച്ചതും നിന്നെയല്ല ലച്ചു, കോവിലകത്തെ ഇന്ദ്രൻ തമ്പുരാന്റെ മകൾ ദേവയാണ്. അതിന് നീ എന്തിനെങ്ങനെ വിഷമിക്കുന്നേ? നിനക്കുള്ള രാജകുമാരൻ ഉടനെ വരും. നിന്റെ എല്ലാ കുറവുകളും ഉൾക്കൊണ്ട് നിന്നെ പൊന്നുപോലെ നോക്കുന്ന ഒരു രാജകുമാരൻ. പുതച്ചു മൂടി കിടക്കുന്നവളുടെ കണ്ണുനീർ തലയണയെ നനയ്ക്കുന്നുണ്ട്. ഉള്ളം എന്തൊക്കെയോ പറഞ്ഞവൾ തണുപ്പിക്കുമ്പോഴും തനിക്ക് നേരെ പ്രണയത്തോടെ നോക്കിയ മിഴികൾ അവളെ വീണ്ടും തളർത്തിക്കളയുന്നു. ഇന്നലെ രാത്രി ഒരു നോട്ടം പോലും തനിക്ക് നൽകാതെ അവഗണിച്ചവനോട് ഉള്ളിൽ എന്തെന്ന് പോലും അറിയാതെ പരിഭവം നിറയുന്നു. ദേവാദേവെന്ന് വിളിച്ച് പിറകെ നടക്കുമ്പോൾ താൻ ദേവയല്ലെന്ന് പറയാൻ കഴിയാതെ ആ നിസ്സഹായ അവസ്ഥയെ അവൾ സ്വയം ശപിച്ചു പോകുന്നു. എങ്ങനെയെങ്കിലും പറയാമായിരുന്നു, പക്ഷേ തനിക്കത് പറയാൻ തോന്നിയില്ല എന്നതാണ് സത്യം. കാരണം ആ നോട്ടവും കുറുമ്പും ഉള്ളുകൊണ്ട് താനും ആസ്വദിച്ചു പോയിരുന്നു. ലച്ചു, നീ ഇതുവരെ റെഡിയായില്ലേ? എന്തേ വയ്യ നിനക്ക്? കട്ടിൽ ചുരുണ്ടുകൂടി കിടക്കുന്നവളുടെ നെറ്റിയിലും കഴുത്തിലും എല്ലാം തൊട്ടു നോക്കി ദേവ പറയുമ്പോഴാണ് ലച്ചു ഒരു പിടപ്പോടെ മുന്നിലേക്ക് നോക്കുന്നത്. ഞാൻ ഇന്നില്ല ദേവ, എനിക്ക് വയ്യ, നീ പൊക്കോ. കിടന്ന കിടപ്പിൽ തന്നെ ദേവയെ നോക്കി ലച്ചു കൈകൊണ്ട് കാണിച്ചു പറഞ്ഞു. ദേവയുടെ നെറ്റിയൊന്ന് ചുളിഞ്ഞു. അതെന്താ വയ്യാത്തെ? ഇന്ന് എക്സാം ആണ്, മറന്നോ നീയ്? വന്നേ, എണീക്ക്, എക്സാം എഴുതിയിട്ട് ഇങ്ങ് പോരാ നമുക്ക്. അവളുടെ കയ്യിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചിരുത്തിക്കൊണ്ട് ദേവ പറയുമ്പോൾ അവളെ നോക്കി ക്ഷീണത്തോടെ ബാത്റൂമിലേക്ക് കയറി ലച്ചു. അവള് പോകും നോക്കി കുഞ്ഞൊരു ചിരിയോടെ പുറത്തേക്കിറങ്ങി ദേവ. തലയിലൂടെ വെള്ളം വീഴുമ്പോൾ ശരീരം തണുക്കുന്നുണ്ട്. എങ്കിലും മനസ്സിപ്പോഴും പൊള്ളിപ്പിടയുന്നുണ്ട്. എന്തിനെന്നോ ഏതിനെന്നോ അറിയാതെ. താൻ ദേവിയെ ചതിക്കുകയാണോ? അതോ തന്നെ തന്നെയോ? അറിയില്ല, ഒന്നും അറിയില്ല. ദേവിയുടെ ശബ്ദം താഴത്തെ നിന്ന് കേൾക്കുന്നു. കിടന്ന കിടപ്പിൽ നിന്നും പിടഞ്ഞെഴുന്നേറ്റു ഋഷി. അവനിലെ മടുപ്പ് ക്ഷീണവും അവൻ പോലും അറിയാതെ മാഞ്ഞുപോയ നിമിഷം ഇട്ടിരുന്ന ഷോർട്സിൽ തന്നെ താഴേക്ക് ഓടിയിറങ്ങി അവൻ. നഷ്ടപ്പെടുന്നു എന്ന് തോന്നുമ്പോൾ ഉള്ളിലുള്ള സ്നേഹം അവര് പോലും അറിയാതെ പുറത്തേക്ക് വരുന്നു. താഴെ അമ്മയുടെ എന്തോ തമാശ പറഞ്ഞ് ചിരിച്ചു തിരിഞ്ഞതും കാണുന്നത് ഒരു ടീഷർട്ട് പോലും ഇടാതെ വെറും ഷോർട്സ് മാത്രം ഇട്ട് തന്നെ നോക്കുന്നവനാണ്. അവളുടെ നോട്ടം അവനിലെത്തിയതും അവനെ അങ്ങനെ കണ്ട മാത്രയിൽ പെട്ടെന്ന് തല വെട്ടിച്ച് മറ്റെങ്ങോ നോക്കി നിന്നു ദേവ. അവൻ ഇങ്ങനെ തന്റെ അടുത്ത് നിൽക്കുമ്പോൾ ഇപ്പോഴും തന്റെ ഹൃദയതാളം തെറ്റിപ്പോകും. ആ സമയം എന്തിനെന്ന് പോലും അറിയാതെ ഒരു ദേഷ്യം തന്നോട് തന്നെ തോന്നിപ്പോകും. ഋഷിയുടെ മിഴികൾ അവളിലാണ്. ഒരു ഇളം റോസ് ചുരിദാറിൽ ഒരു പനിനീർ പുഷ്പമായി തന്റെ മുന്നിൽ അവൾ. എന്റെ പെണ്ണ്, എന്റെ ദേവ. ഈ ലോകത്തോടെ തന്നെ ഉറക്കെ വിളിച്ചു പറയാൻ തോന്നി അവന്. എന്നാൽ അടുത്ത നിമിഷം ദേവയുടെ അടുത്തേക്ക് വരുന്നവനെയും അവനെ നോക്കി പുഞ്ചിരിയോടെ അവനോട് ചേർന്ന് ആ കയ്യിൽ കൈകോർത്ത് തന്നെ ഒരു പരിഹാസ ചിരിയോട് നോക്കുന്നവളെയും കാണേ അവന്റെ മുഖവും വല്ലാത്തൊരു ഗൗരവത്തിലായി. ഇന്ന് ഹോസ്പിറ്റൽ പോണില്ലേ ഋഷി? സച്ചു ദേവയുടെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് ഒരു പുഞ്ചിരിയോട് ചോദിക്കുമ്പോൾ ഋഷിയുടെ മിഴികൾ ചെന്നെത്തിയത് അവൻ ചേർത്ത് പിടിച്ച കൈയിലേക്കും അവനോട് ചേർന്ന് നിൽക്കുന്നവളിലേക്കുമാണ്. പോണം. ദേഷ്യമാളുന്ന ഒരു നോട്ടം ദേവയെ നോക്കി ഒട്ടും പുഞ്ചിരിയില്ലാതെ ഋഷി പറഞ്ഞു തിരിഞ്ഞതും സച്ചുവിന്റെ ചുണ്ടിൽ പുറത്ത് കാണിക്കാതെ ഒളിപ്പിച്ചു വെച്ചൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. റൂമിലെ ഡോർ തുറന്നടിച്ചു പുറത്തേക്ക് വരുന്നതും ആ ചുണ്ടിൽ തെളിഞ്ഞ കണ്ട പുഞ്ചിരി മാഞ്ഞു. അവൻ ലച്ചുവിനെ നോക്കാതെ മുഖം തിരിച്ച് ദേവയോട് എന്തൊക്കെയോ ചോദിച്ചും പറഞ്ഞും അതേ നിൽപ്പ് നിന്നു. എന്നാൽ മുന്നിലുള്ളവനെ കാണെ ഒരു ഞെട്ടലോടെ ലച്ചു വേഗം തലാഴ്ത്തി നിന്നു. ഇവനാണ് കൊണ്ടുവിടുന്ന അറിഞ്ഞിരുന്നെങ്കിൽ താൻ എന്തേലും പറഞ്ഞു ഒഴിവായനെ, ലച്ചു മനസ്സിൽ പറഞ്ഞു. ലച്ചു സച്ചുവിനെ നോക്കുപുരം ചെയ്യാതെ മുന്നോട്ട് വന്ന് ദേവിക്ക് അടുത്തേക്ക് തന്തം. ആന്റി, എന്നാ ഞങ്ങൾ പോവാണേ. ആ പിന്നെ സിത്തു ആന്റി, ഞങ്ങളുടെ ഇന്ന് വരാൻ വൈകും. കുറച്ച് വെഡിങ് ഷോപ്പിംഗ് ഉണ്ട് അല്ലേ സച്ചുവേട്ടാ? ദേവ പറയുമ്പോൾ അതിന് സമ്മതമെന്ന പോലെ സിത്തു ആന്റി പുഞ്ചിരിയോടെ നിൽക്കുമ്പോൾ ഇനി ഇവരുടെ കൂടെ എങ്ങോട്ടും ഇല്ലെന്ന് ലച്ചു ഉറപ്പിച്ചിരുന്നു. പോവാ ലച്ചു, വാ സച്ചുവേട്ടാ. ദേവ ലച്ചുവിന്റെ കയ്യിൽ പിടിച്ച് മുന്നോട്ട് നടക്കുമ്പോൾ പരസ്പരം നോക്കില്ലെന്ന് വാശി പിടിച്ചവർ അവര് പോലും അറിയാതെ പലതവണ പരസ്പരം നോക്കിപ്പോയിരുന്നു. എന്തിനാണ് ഈ പിണക്കം? അറിയില്ല. ദേവയല്ല താനെന്നൊരു തവണയെങ്കിലും അവളൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനൊരു അവസ്ഥയിൽ എനിക്ക് നിൽക്കേണ്ടി വരില്ലായിരുന്നു. ഇതിപ്പോ മനസ്സിലായി ഒരുത്തിയെ വെച്ച് എല്ലാവരുടെയും മുന്നിൽ ദേവയുടെ ചെക്കനായുള്ള നിൽപ്പ് അത് ഇവൾ കാരണം മാത്രം ഉണ്ടായതാണെന്നുള്ള പരിഭവമാണ് അവന്. ഇയാൾക്ക് തന്നോട് തോന്നിയത് വെറും ആകർഷണമാണ്. എന്തൊക്കെ പറഞ്ഞാലും താനൊരു അനാഥയാണ്. ദേവ കൊലത്തെ കുട്ടിയും. എന്തുകൊണ്ടും ഇയാൾക്ക് നല്ലത് ദേവിയാണെന്ന് തോന്നിക്കാണും. അയാളുടെ മനസ്സ്
പോലെ തന്നെ നടന്നോട്ടെ, എനിക്ക് വിഷമമൊന്നുമില്ല. സ്വയം എന്തൊക്കെ പറഞ്ഞ് വാദിച്ചു ലച്ചു. രണ്ടുപേരുടെ മുഖഭാവം ശ്രദ്ധിച്ച് ഉള്ളിലടക്കിയ ഒരു ചിരിയോടെ ദേവയും. എന്നാൽ മുകളിലെ ബാൽക്കണിയിൽ നിൽക്കുന്നവന്റെ കണ്ണുകളിൽ ദേവയുടെ പുഞ്ചിരിയും അവനോട് ചേർന്ന് നടക്കുന്നത് കാണെ വേദനയേക്കാൾ കൂടുതൽ ഒരുതരം ദേഷ്യമാണ് വന്നത്. അവന്റെ ഹൃദയത്തിലെ പ്രണയത്തിനുമേൽ അവൻ ആ ദേഷ്യം കൊണ്ടൊരു മതിൽ തീർത്തു. ഒരിക്കലും തന്റെ ഉള്ളിൽ അവൾക്കായി വിരിഞ്ഞ പ്രണയസൗധം അവളിനി കാണില്ലെന്ന പോലെ. കുളി കഴിഞ്ഞൊരു ടർക്കി മാത്രം ഉടുത്ത് ബാത്റൂമിൽ നിന്ന് പുറത്തിറങ്ങിയവൻ കാണുന്നത് കട്ടിലിൽ തന്നെയും കാത്തുന്ന പോലെ ഇരിക്കുന്നവളെയാണ്. മുഖത്ത് എന്നും കാണുന്നതിലും കൂടുതൽ ദേഷ്യമുണ്ടെന്ന് മനസ്സിലായതും അവളെ നോക്കി അവൻ ഷെൽഫ് തുറന്ന് ഒരു ടീഷർട്ട് എടുത്തിട്ടു. മുടിയൊന്ന് ചീകി ഒതുക്കി. അപ്പോഴെല്ലാം തന്നെ കൂർപ്പിച്ചു നോക്കുന്നവളെ അവള് പോലും അറിയാതെ അവൻ കണ്ണാടിയിലൂടെ ഇടം കാണാതെ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരാൾ ആ മുറിയിൽ ഇല്ലെന്ന പോലെ ഷെൽഫിൽ നിന്നൊരു പാന്റ് കയ്യിലേക്ക് എടുത്ത് അത് ഇടാനായി നിന്നതും ആ പാന്റ് പിടിച്ചു വാങ്ങി അവന്റെ മുന്നിലായി കയറി നിന്ന് അവനെ കത്തുന്നൊരു നോട്ടം നോക്കി ഈ ആമി. ഞാൻ ഇവിടെ നിൽക്കൊന്നും തനിക്ക് കാണുന്നില്ലേ, അതോ കണ്ടില്ലെന്ന് അടിക്കുവാണോ നീ? അവനോട് ചൊടിയോട് ചോദിക്കുമ്പോൾ അവന്റെ ചുണ്ടിൽ ഒരു പരിഹാസ്ചിരി തെളിഞ്ഞു. അവൻ അവിടെ കയ്യിലുണ്ടായിരുന്ന പാന്റ് പിടിച്ചു വാങ്ങി. ചോദിക്കാതെയും പറയാതെയും ഇവിടെ കയറി വന്നിരിക്കാൻ ഇത് നിന്റെ നായര റൂമാണോടി? പറയാൻ വന്നത് എന്താന്ന് വെച്ചാ പറഞ്ഞിട്ട് പോകാൻ നോക്കടി. ദേഷ്യത്തോടെ അത്രയും പറഞ്ഞ് അവളെ മുന്നിൽ തള്ളി മാറ്റി ഷെൽഫ് തുറന്ന് ഒരു ഫേസ് ക്രീം എടുത്ത് മുഖത്ത് തേച്ചു അവൻ. നീ നീ എന്താ എല്ലാവരുടെയും മുൻ വെച്ച് കല്യാണത്തിന് സമ്മതമല്ലെന്ന് പറയാഞ്ഞത്? നീ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഈ കല്യാണം മുടങ്ങില്ലായിരുന്നോ? അവന്റെ തോളിൽ പിടിച്ച് തിരിച്ച് അവളുടെ നേർക്ക് നിർത്തി ദേഷ്യത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി ഈ ആമി. എനിക്ക് സൗകര്യമില്ല. നീ ഉണ്ടായിരുന്നില്ല അവിടെ. നിനക്ക് പറഞ്ഞൂടായിരുന്നോ? നീ പറയില്ല, എനിക്കറിയാം. ഞാൻ പറഞ്ഞിട്ട് അങ്ങനെ എന്റെ മോളെ നല്ലവളാവണ്ട. ചെല്ല്, പോ. എങ്ങനെയാണെന്ന് വെച്ചാ പോയി മുടങ്ങിക്കോ, എന്നെ നോക്കണ്ട. അവളെ നോക്കി ദേഷ്യത്തോടെ പറയുന്നുണ്ടെങ്കിലും ഇതിൽ നിന്നും എങ്ങനെ ഊരു എന്ന് തന്നെയാണ് അവന്റെ മനസ്സിലും. ഇതിപ്പോ ദേവയുടെയും സച്ചുവിന്റെ കല്യാണം കൂടെ ഉറപ്പിച്ച സ്ഥിതിക്ക് അവർക്കൊരു കോട്ടവും പറ്റാത്ത രീതിയിൽ വേണം ഞങ്ങളുടെ കല്യാണം മുടക്കാൻ. അതിനെന്താണ് വഴി എന്നാണ് രാവും പകലും അവന്റെ ചിത. ഇതൊന്നും അറിയാതെ അവനോട് ദേഷ്യപ്പെടാൻ മാത്രം വരുന്നവളോട് അവനും ദേഷ്യം തോന്നി. എല്ലാം എന്റെ തലയിൽ കെട്ടിവെച്ച് ഒഴിഞ്ഞു നിൽക്കാൻ അവളെ സമ്മതിക്കില്ലെന്നൊരു വാശിയാണ് അവന്. അവളെ കുറച്ച് ടെൻഷൻ അടിക്കട്ടെ. കല്യാണം മുടക്കാൻ താലി അവളുടെ കഴുത്തോരെ എത്തും വരെ സമയമുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ തന്നെ എന്തിനാ ഈ കല്യാണം മുടക്കുന്നേ? നിന്നെ അങ്ങ് കെട്ടിക്കൂടെ? പുറപ്പിച്ചാലോന്നാ ഞാൻ ആലോചിക്കുന്നേ. സണ്ണിക്കുട്ടൻ പറഞ്ഞതുപോലെ എന്തിനാ വെറുതെ ഒരു ഫോറിൻ ഗേളെ മിസ് ചെയ്യുന്നേ? ചുണ്ടിലൊരു കള്ളച്ചിരി ഒളിപ്പിച്ചവൻ മീശത്തുമ്പൊന്ന് കടിച്ച് അവളെ നോക്കി ചോദിക്കുമ്പോൾ ദേഷ്യത്തിൽ ചുവന്നിരുന്ന ആ മുഖം വിറയ്ക്കുന്നതും കൈകൾ കൂട്ടി പിടിച്ച് അവനെ കത്തിക്കുമ്പോൾ ഒരു നോട്ടം നോക്കി യാമി. സ്റ്റുപ്പിഡ്. ദേഷ്യത്തിൽ പല്ലുകൾ കൂട്ടിപ്പിടിച്ചവൻ കേൾക്കാതെ ചുണ്ടനക്കി അവൾ. തിരിഞ്ഞു നടക്കാൻ ആഞ്ഞതും അവളുടെ കയ്യിൽ അവൻ ഒരു ഞെട്ടലോടെ ഉള്ളിലൊരു പേടിയോടെ അവനെ നോക്കി യാമി. ഇന്നലെ അവൻ ദേഷ്യപ്പെട്ടതും അതിനുശേഷം വഴക്കുണ്ടാതെയും ആ വഴക്കിന് ശേഷം നടന്ന സംഭവങ്ങളുമായിരുന്നു അവളുടെ മനസ്സിൽ. അവളുടെ ചുണ്ടുകൾ ഒന്ന് വിറച്ചുപോയ ആ നിമിഷം അവൾ അവന്റെ കയ്യിൽ നിന്ന് പിടഞ്ഞു മാറാൻ ശ്രമിച്ചതും അടങ്ങടി, ഞാൻ നിന്നെ ഒന്നും ചെയ്യത്തൊന്നുമില്ല. അവളുടെ മനസ്സിലിപ്പോ എന്താണെന്ന് മനസ്സിലായവന്റെ ചുണ്ടിലെ കള്ളച്ചിരിക്ക് ഭംഗി കൂടി. ആ ചെയ്യാനിങ്ങ് വാ, അപ്പോ കാണിച്ചു തരാം ഈ ആമി ആരാണെന്ന്. നിനക്കെന്നെ അറിയില്ല. അവന്റെ കൈ കുടഞ്ഞെറിഞ്ഞൊരു ചൊടിയോടെ യാമി പറയുമ്പോൾ അതിശേരി വെച്ചൊരു തലയാട്ടിലോടെ അവളെ നോക്കി രുദ്രൻ. നീ പേടിക്കണ്ടടി, ഈ കല്യാണമൊക്കെ ഞാൻ മുടക്കും. പക്ഷേ ഇത്തിരി സമയം വേണം. അല്ലാതെ എപ്പോഴും വന്ന് കല്യാണം മുടക്ക് എന്ന് പറഞ്ഞാൽ പറ്റൂല. ഈ കല്യാണം ഒന്നും നടക്കാൻ പോടില്ല. അതൊക്കെ അങ്ങ് മുടങ്ങിക്കോളും. അതെപ്പോ എങ്ങനെയെന്നൊന്നും എന്നോട് ചോദിക്കണ്ട. മുടക്കും, അതുപോലെ. അവളെ നോക്കി അവൻ ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാതെ അവന്റെ കട്ടിലേക്ക് ഇരുന്നു അവൾ. അവൾ ഇരിക്കുന്ന കാണെ അവൾക്കെന്തോ പറയാനുണ്ടെന്ന് മനസ്സിലായതുപോലെ അവനും അവളുടെ അടുത്തായി വന്നിരുന്നു. അവളുടെ മിഴികൾ തുറന്നിട്ട് അവന്റെ റൂമിലെ ഡോറിലേക്ക് നീണ്ടു. മുതിർന്നവരുടെ റൂം എല്ലാം താഴെയാണെങ്കിലും ആരെങ്കിലും കയറി വന്ന വീണ്ടും ഒരു തെറ്റിദ്ധാരണ ഉണ്ടായാലോ? അവളുടെ മനസ്സിൽ അങ്ങനെ ഒരു ചോദ്യം വന്നതും അടുത്തുള്ളവനൊന്ന് നോക്കി യാമി. അവനിൽ പ്രത്യേകിച്ച് യാതൊരു ഭാവമാറ്റവും ഇല്ല. രുദ്ര, ആ ഡോർ അങ്ങ് അടച്ചു വാ. ഇനി ഇതും ആരെങ്കിലും കണ്ടോണ്ട് വന്ന പൂർത്തിയായി. അവളിലൊരു ഗൗരവം എന്ന് പറഞ്ഞതും അവനത് കേൾക്കാത്ത ഭാവത്തിലിരുന്നു. അല്ലെങ്കിൽ തന്നെ ഇതിലും കൂടുതൽ ഇനി എന്ത് സംഭവിക്കാനാ എന്നായിരുന്നു അവന്റെ ഉള്ളിൽ. നീ ഞാൻ പറയുന്നത് വല്ലതും കേൾക്കുന്നുണ്ടോ രുദ്ര? ആ ഡോർ അടയ്ക്കാൻ. അവള് വീണ്ടും പറയെ അവൻ അവളെ ചെരിഞ്ഞു നോക്കി. മുഖത്ത് ഇപ്പോഴും ആ കൂസലില്ലായ്മ തെളിഞ്ഞു നിൽക്കുന്നു. ഇനി നമ്മളെ ഇങ്ങനെ കാണാൻ നിന്റെ തന്തയും തള്ളയും അല്ലേ ബാക്കിയുള്ളൂ? അവരും കൂടെ അങ്ങ് കാണട്ടെ. നിനക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് വേഗം എഴുന്നേറ്റ് പൊടി. അവളുടെ ആ അധികാരഭാവം ഒട്ടും ഇഷ്ടമാവാതെ രുദ്രൻ പറയുമ്പോൾ ദേഷ്യത്തോടെ കട്ടിൽ നിന്ന് എണീറ്റു അവൾ. അവളെ നോക്കി ടേബിളിന് മേലുള്ള സിഗരറ്റ് അവൻ കൈയെത്തിച്ച് പിടിച്ചെടുത്തു. അവൾ പുറത്തേക്ക് പോകാൻ ഒരുങ്ങുന്നത് കാണെ അവൻ കയ്യിലെ സിഗരറ്റ് ചുണ്ടോട് ചേർത്ത് ലൈറ്റർ തിരയുമ്പോഴാണ് അവന്റെ റൂം അടയുന്ന ശബ്ദം അവൻ കേൾക്കുന്നത്.
ഒന്ന് തിരിഞ്ഞു നോക്കിയതും കണ്ടു ഡോർ അടച്ച് ലോക്ക് ചെയ്യുന്നവളെ. ഇവളിത് എന്ത് ഭാവിച്ചെന്നൊരു മട്ടിൽ അവൻ അവളെ നോക്കുമ്പോൾ അവൾ തിരിഞ്ഞു വന്ന് അവന്റെ അടുത്തായി കട്ടിലിരിഞ്ഞു. പറ. അവൾ അവനെ നോക്കി പറയുമ്പോൾ അവന്റെ നെറ്റിയും ചുളിഞ്ഞു. എന്ത് പറയാൻ? അവളെ നോക്കി അവരൊരു പരിഹാസത്തോട് ചോദിച്ചു. എങ്ങനെ മുടക്കും? അവന് നേരെ പുരികമുയർത്തി അവളുടെ ചോദ്യം വന്നതും അവൻ അവളെ കൂർപ്പിച്ചൊരു നോട്ടത്തോടെ മുഖം വെട്ടിച്ചു. ആ, എങ്ങനെയെങ്കിലും മുടക്കാം. അലസഭാവത്തോടെ അവൻ പറയുമ്പോഴും അവന്റെ മിഴികൾ പാഞ്ഞത് കയ്യിലെ സിഗരറ്റ് കത്തിക്കാനുള്ള ലൈറ്ററാണ്. അപ്പോ സച്ചുവിന്റെയും ദേവിയുടെ കല്യാണം മുടങ്ങില്ലേ? അവന്റെ മുഖം പിടിച്ച് അവളുടെ നേർക്ക് തിരിച്ച് യാമി പറയുമ്പോൾ അവനൊരു ദീർഘശ്വാസം എടുത്ത് അവളുടെ കൈ വിടിവിച്ചു. അത് നോക്കാം. എന്തായാലും ഞാൻ നിന്നെ കെട്ടൂല, അതുപോരെ? അവളുടെ മുഖത്തെ ടെൻഷൻ കാണെ അവളെ സമാധാനിപ്പിക്കാൻ എന്നോണം അവൻ പറയെ അവൾ അവനിൽ നിന്ന് മുഖം വെട്ടിച്ചു. കുറച്ചുനേരം ഒന്നും മിണ്ടാതിരുന്നു. പിന്നെ അവനൊന്ന് ചെരിഞ്ഞു നോക്കി. അവനും എന്തോ ആലോചിച്ചൊരു നിൽപ്പാണെന്ന് കാണെ അവൾ അവന്റെ അടുത്തേക്ക് അല്പമൊന്ന് നീങ്ങിയിരുന്നു. ഞാനൊരു കാര്യം പറയട്ടെ? അവനെ നോക്കി യാമി പറയുമ്പോൾ എന്തോ ചിന്തിച്ചു നിന്നവൻ അവളെ പുരികമുയർത്തിയൊരു ചോദ്യത്തോടെ നോക്കിയതും എല്ലാവർക്കും ഇഷ്ടാണെങ്കിൽ നീ എന്നെ കെട്ടിക്കോ. അവനിൽ നിന്ന് നോട്ടം മാറ്റി തലതാഴ്ത്തി യാമി പറയെ അവളെ ഒരു നിമിഷം നോക്കിയിരുന്നു പോയവൻ. തന്നെ എപ്പോഴും കൂപ്പിച്ചു നോക്കുന്ന ആ കുഞ്ഞിക്കണ്ണുകളും പനിനീർ പുഷ്പം പോലെയുള്ള ഇളം റോസ് ചുണ്ടുകളും ഭംഗിയുള്ള നെറ്റിത്തടവും സ്വർണ്ണ നിളമുള്ള അവളുടെ മുടിയും എല്ലാം. ചെറുപ്പത്തിൽ ചിരിക്കുമ്പോൾ ചെറുതായി കുഴിഞ്ഞു പോയിരുന്ന ഒരു നുണക്കുഴി ഉണ്ടായിരുന്നു ആ വലത്തെ കവളിൽ. അതിപ്പോഴും ആ കവളിലുണ്ടോ എന്നൊന്നുള്ളിലൊരു തുടിപ്പോടെ അവൻ പോലും അറിയാതെ നോക്കിയവൻ. അതിനെ തന്നെ നോക്കിയവൾ ഇതുവരെ ചിരിച്ചിട്ടുണ്ടോ എന്നൊരു പരിഹാസത്തോടെ അവന്റെ മനസ്സ് അവനോട് ചോദിക്കേ. കണ്ണിൽ വിരിഞ്ഞ ആകാംക്ഷ മറച്ചവൻ അവളെ ഗൗരവത്തോടെ നോക്കി. കല്യാണം കഴിഞ്ഞ ഒരു വർഷം എല്ലാവരുടെ മുന്നിലും ഭർത്താവും ഭാര്യയും നമുക്ക് കഴിയാം. താൻ പറഞ്ഞതിന് ഒരു മഴപൊരുൾ പറയാതെ തന്നെ നോക്കുന്നതിനെ കാണെ അവനെ ഒന്ന് ചെരിഞ്ഞു നോക്കി യാമി. എന്നിട്ട് അവന്റെ കണ്ണും മുഖവും സംശയത്താൽ നിറഞ്ഞു നിൽക്കുന്നു. പക്ഷേ അവൾ പറയുന്നത് എന്താണെന്നും ഇനി പറയാൻ പോകുന്നത് എന്താണെന്നും അവന് മനസ്സിലായി തുടങ്ങിയിരുന്നു. പക്ഷെ അവൻ മൗനം പാലിച്ചു. അവൾ പറയാനുള്ളത് പറയട്ടെ എന്ന പോലെ. എന്നിട്ടൊരു വർഷം കഴിയുമ്പോൾ നമുക്ക് ഡിവോഴ്സ് ചെയ്യാം. നമ്മളും ഹാപ്പി, വീട്ടുകാരും ഹാപ്പി. അവന്റെ മൗനം എല്ലാത്തിനും ഒരു സമ്മതം കിട്ടിയതുപോലെ യാമ അവനെ നോക്കി പറയേ. അയ്യടി മോളെ, അതങ്ങ് പള്ളി പറഞ്ഞാ മതി. രുദ്രൻ ഈ കൈ കൊണ്ടൊരു പെണ്ണിന്റെ കഴുത്തിൽ താലി ചാർത്തുണ്ടെങ്കിൽ അവളെ എല്ലാ അർത്ഥത്തിലും എന്റെ ഭാര്യയാക്കാനാ. പരസ്പര സ്നേഹത്തോടെ സന്തോഷത്തോടെ ജീവിക്കാനാ. അല്ലാതെ വീട്ടുകാർക്കും നാട്ടുകാർക്കും മുന്നിൽ ഭാര്യയും ഭർത്താവും റൂമിൽ വേറെ ആരുമായിട്ട് കഴിയാനൊന്നും എന്നെ കിട്ടൂല. നടക്കൂല മോളെ. കല്യാണം കഴിയും മുന്നേ തന്നെ അത് മുടക്കണം. അതിനുള്ള വഴി നീ പറ. അവളുടെ കണ്ണിലേക്ക് നോക്കി രുദ്രൻ പറയുമ്പോൾ അവന്റെ ആ മിഴികളിൽ ഒരു നിമിഷം ഉടക്കി നിന്നു പോയി. പിന്നൊരു പിടച്ചിലൂടെ അവനിൽ നിന്ന് മുഖം വെട്ടിച്ച് മറ്റെങ്ങും നോക്കി യാമി. അതൊന്നും രുദ്രൻ അറിഞ്ഞതേയില്ല. അവൻ കയ്യിൽ തടഞ്ഞ ലൈറ്റർ കിട്ടിയ സന്തോഷത്തിലായിരുന്നു. നമ്മുടെ കല്യാണം മുടങ്ങിയ അവരുടെ കല്യാണം മുടങ്ങൂലേ? നമ്മള് കാരണം അവർക്കെല്ലാവർക്കും വിഷമാവൂലേ? യാമി പറയുമ്പോൾ സിഗരറ്റ് കത്തിക്കാൻ ഒരുങ്ങിവൻ ചുണ്ടോട് ചേർത്ത സിഗരറ്റ് കയ്യിലെടുത്ത് അവളെ തറപ്പിച്ചു നോക്കി. അതാടി പോത്തെ ഞാൻ പറഞ്ഞത്. എല്ലാം പതിയെ നടക്കൂ. നീ ഒന്ന് അടങ്ങ്. നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവൂലേ? പറഞ്ഞു തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവളെ നോക്കി അല്പ ശബ്ദം ഉയർത്തി തന്നെ പറഞ്ഞവൻ. എന്നാ ഞാൻ വേറൊരു ഐഡിയ പറയാം. അവന്റെ ദേഷ്യത്തിലൊന്ന് പിടഞ്ഞുവെങ്കിലും അവനെ നോക്കി മനസ്സിൽ തോന്നിയ അടുത്ത ബുദ്ധി പറയാൻ ഒരുങ്ങി യാമി. അവൻ അവളൊന്ന് ഇരുത്തി നോക്കി. ഇതുപോലെ വല്ല തൊലിഞ്ഞ ഐഡിയ ആണെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ തൂക്കിയെടുത്ത് പുറത്തേക്കറി നോക്കിക്കോ. അടഞ്ഞു കിടക്കുന്ന റോഡിലേക്ക് നോക്കി അവൻ കാര്യമായി തന്നെ അവളെ നോക്കി പറഞ്ഞു. അതൊന്നുമല്ല, നല്ല ഐഡിയ. കല്യാണ ഒരുക്കങ്ങളൊക്കെ നടന്നോട്ടെ. വെഡിങ് ഷോപ്പിംഗ്, വീടിന്റെ ഒരുക്കം, എല്ലാവരെയും കല്യാണം വിളിക്കുന്നത് എല്ലാം ഒരുങ്ങി കഴിഞ്ഞ പിന്നെ നമ്മുടെ കല്യാണം മുടങ്ങിയാലും സച്ചുവിന്റെയും ദേവയുടെയും കല്യാണം വീട്ടുകാർ എല്ലാരും കൂടെ നടത്തിക്കോളും. ഒറ്റ ശ്വാസത്തിൽ യാമി പറയും. ഇതൊക്കെ എനിക്കറിയുന്ന കാര്യങ്ങളാണെന്ന പോലെ അവളെ നോക്കി രുദ്രൻ. അവന്റെ മനസ്സിലും ഇതൊക്കെ ഉണ്ട്. പക്ഷേ കല്യാണം അതെങ്ങനെ മുടക്കും? നമ്മുടെ കല്യാണം എങ്ങനെ മുടക്കും? നീ അത് പറ. അവളെ നോക്കി രുദ്രൻ പറയെ. അവളുടെ ശബ്ദം അല്പം പതിഞ്ഞു. അവൻ മാത്രം കേൾക്കാൻ പാകത്തിനായി. പറയാം. കല്യാണത്തലേന്ന് എല്ലാരും ഇറങ്ങിയ നീ എന്റെ റൂമിലേക്ക് വരണം. അവന്റെ കാതോരം അവൾ പറയെ. അവളെ ഒരു പൂച്ചത്തോടെ നോക്കി അവൻ ഇരുന്നിടത്ത് എഴുന്നേറ്റു. ആ ബെസ്റ്റ്. എന്നാ അന്ന് രാത്രി തന്നെ നമ്മുടെ കെട്ടി ഇവരൊക്കെ നടത്തും. ഇത്രയും മുട്ടി നിൽക്കുവാണോ നിങ്ങൾ എന്നൊരു ചോദ്യം ഉണ്ടാവും. അവളുടെ ഒരു ഐഡിയ. അവളെ നോക്കി അത്രയും ചൊടിയോടെ അവൻ പറയെ. പറയുന്നത് മുഴുവൻ കേൾക്ക് രുദ്ര.
അവന്റെ കയ്യിൽ പിടിച്ച് അവൻ ഇരുന്നിടത്തും തന്നെ പിടിച്ചിരുത്തി യാമി. നീ രാത്രി റൂമിലേക്ക് വരുമ്പോഴേക്കും ഞാൻ ഒരുങ്ങി നിൽക്കും. നീ എന്നെ എയർപോർട്ടിലേക്ക് കൊണ്ടുവിടണം. ഞാൻ യുകെയിലേക്ക് പൊക്കോളാം. ഞാൻ ഇവിടെ ഇല്ലെന്ന് രാവിലെ അറിഞ്ഞാൽ മതി ഇവരൊക്കെ. അവിടെ എത്തിയിട്ട് ഞാൻ വിളിച്ചു പറഞ്ഞോളാം എനിക്ക് ഈ കല്യാണത്തിന് സമ്മതമല്ലെന്ന്. അതെങ്ങനെയുണ്ട്? അവൾ അവനിലേക്ക് അല്പം ചാഞ്ഞ് കാര്യഭാവത്തിൽ പറയേ. അവനൊരു നിമിഷം ആലോചിച്ചു. കൊള്ളാം, നിനക്ക് കല്യാണത്തിന് സമ്മതമല്ലെങ്കിൽ നിനക്കത് ഇവിടെ വെച്ചങ്ങ് ഇപ്പൊ പറഞ്ഞൂടെ? എന്തിനാ ഇത്ര റിസ്ക് എടുക്കുന്നേ? അവളെ നോക്കി ഇത്രയേ ഉള്ളൂ എന്ന കാര്യം അതിനാണോ? എന്നാ പോലൊരു നോട്ടത്തോടെ രുദ്രൻ ചോദിക്കേ. അത് പിന്നെ അച്ചമ്മയുടെയും സീതാന്റെയും മുഖത്തേക്ക് നോക്കി എനിക്ക് അങ്ങനെ പറയാൻ പറ്റിയിരുന്നില്ല. എന്തോ എന്നെ തടയും പോലെ. അവന്റെ ശബ്ദത്തിൽ ദേഷ്യമോ ഗൗരവമോ ഒന്നുമില്ലെന്നറിയേ യാമി അവനെ നോക്കി പറഞ്ഞു. എന്നാ വേണ്ട, ഈ ഐഡിയ കൊള്ളാം. അങ്ങനെ ഇരിക്കട്ടെ. ഇനി എങ്ങനെ കല്യാണം മുടക്കും എന്ന് ആലോചിച്ച് തല പോയിക്കണ്ടല്ലോ അല്ലേ? അവനിൽ അതൊരു ആശ്വാസം തന്നെയായിരുന്നു. താൻ പറഞ്ഞത് അവൻ കേട്ടു എന്ന് മനസ്സിലായതും യാമിക്കും സമാധാനമായി. പരസ്പരം ഒന്നും മിണ്ടാതെ മൗനമായി കുറച്ച് നിമിഷങ്ങൾ ശേഷം, നീ പൊക്കോ, ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം, രുദ്രൻ പറയെ അവനെ നോക്കി. ഒന്നും മിണ്ടാതെ കാട്ടിൽ നിന്ന് എഴുന്നേറ്റു. വാതിൽ തുറന്ന് അവൾ പുറത്തേക്ക് പോകും നോക്കി മനസ്സിൽ പലവിധ ചിന്തകളോടെ കയ്യിലെ സിഗരറ്റ് കത്തിച്ച് ജനലിന്റെ അടുത്തേക്ക് നടന്നു അവൻ. ദേവയ്ക്കൊരു വിസ്റ്ററുണ്ട്, ടീച്ചർ പറയുന്നത് അത്രയും ശ്രദ്ധയോടെ നോട്ടിലേക്ക് എഴുതുന്നവൾ അത് കേൾക്കെ തലയുയർത്തി പിയൂണിനെ ഒന്ന് നോക്കി. എല്ലാവരുടെ മിഴികളും ഒരു നിമിഷം ദേവയിലേക്ക് നീണ്ടു. ദേവാ, മിസ് അല്പം ഗൗരവത്തോടെ വിളിക്കേ. ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റ് അടുത്തുള്ള ലച്ചുവിനെ ഒന്ന് നോക്കി ദേവ. ഇതിപ്പോ ആരാ ഈ നേരത്തൊരു വരവ് എന്ന പോലെ ലച്ചുവിന്റെ നെറ്റിയിലും സംശയത്താൽ ചുളിഞ്ഞിട്ടുണ്ട്. ദേവ, പോയിട്ട് വേഗം വരൂ. ക്ലാസ് എടുക്കുമ്പോൾ അതിനിടയിൽ കുറച്ചു നേരത്തേക്കാണെങ്കിലും അത് മുടങ്ങിയതിന്റെ കുഞ്ഞു ദേഷ്യം ആ മുഖത്തുണ്ട്. ലക്ഷ്മിയെ കൂടെ കൊണ്ടുപോക്കോട്ടെ മിസ്? അവളൊരു പരങ്ങളോട് ചോദിക്കേ. തന്നെ മാത്രല്ലേ വിളിച്ചത്? അപ്പോ താൻ പോയിട്ട് വാ. ഞാൻ ഇപ്പൊ തരുന്ന നോട്ട്സ് ലക്ഷ്മിയുടെ നോട്ടിൽ നോക്കി എഴുതുകയും വേണം. ചെല്ല്. അത്രയും ഗൗരവത്തിൽ മിസ് പറയേ. ദേവ ലച്ചുവിനെ ദയനീയമായി നോക്കി. കുഞ്ഞൊരു പുഞ്ചിരിയുടെ ദേവിയോട് പോയിട്ട് വാ എന്ന് കണ്ണുകൾ കൊണ്ട് കാണിച്ചു ലക്ഷ്മി. അവളെ കൊണ്ട് പോകാൻ ആര് വന്നാലും അവളെ ഒറ്റയ്ക്ക് വിളിക്കില്ല, തന്നെയും കൂടെ വിളിക്കും. ഇതിപ്പോ ദേവയെ മാത്രം വിളിക്കുന്നെങ്കിൽ അത് അയാളാവും. സച്ചുവിന്റെ മുഖം ഓർക്കെ അവളുടെ മുഖമൊന്ന് വാടി. എങ്കിലും അത് പുറമേ കാണിക്കാതെ ലച്ചു ദേവയെ നോക്കി പുഞ്ചിരിച്ചു. ദേവ ലച്ചുവിനെ നോക്കി തലയാട്ടി പുറത്തേക്ക് നടക്കുമ്പോൾ പിന്നീടുള്ള ഗ്ലാസ് ഒന്ന് ശ്രദ്ധിക്കാൻ കഴിയാതെ പിടഞ്ഞുപോയൊരു ഹൃദയത്തോടെ മനസ്സിലെ സംഘർഷം ആരോടും പറയാൻ കഴിയാതെ ലച്ചു തളർന്നിരുന്നു പോയി.